Hello friends, Mother's Day എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പഴംപൊരിയാണ്. പഴംപൊരി ഇഷ്ടമില്ലാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ നന്നായിട്ട് പഴുത്ത ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നമ്മളെടുക്കുന്ന പഴം നന്നായിട്ട് പഴുത്തതായിരിക്കണം. പിന്നെ 1.5 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. പിന്നെ മാവ് കുഴച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളവും വേണം. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി 1.5 ടേബിൾ സ്പൂൺ ദോശമാവും എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഏകദേശം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഒരു ബൗൾ എടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1.5 കപ്പ് മൈദ മാവ് ചേർത്ത് കൊടുക്കാം. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ്, അതായിരിക്കും കുറച്ചും കൂടി ഹെൽത്തി ഓപ്ഷൻ. ഇനി ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പുട്ടിൻ്റെ പൊടിയോ ഇടിയപ്പത്തിൻ്റെ പൊടിയോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ദോശമാവ് ചേർത്ത് കൊടുക്കാം. ചായക്കടയിലൊക്കെ കിട്ടുന്ന പഴംപൊരിയിൽ അവർ അല്പം ദോശമാവും ചേർക്കാറുണ്ട്. മാവ് ചെറുതായിട്ടൊന്ന് പുളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി പഴംപൊരിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കളർ കിട്ടാൻ വേണ്ടിയിട്ട് യെല്ലോ ഫുഡ് കളറൊക്കെ ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും മഞ്ഞൾപ്പൊടി ചേർക്കുന്നതാണ് നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലത്. ഇനി ഒരു സ്പൂണോ ഫോർക്കോ വെച്ച് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെള്ളം കുറേശ്ശെ ആഡ് ചെയ്ത് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ കൂടി പോവാതെ നോക്കണം. മാവ് കുറച്ച് തിക്കായിട്ട് തന്നെ ഇരിക്കണം. പഴത്തിലോട്ട് മാവ് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് തിക്കായിട്ട് തന്നെ കുഴയ്ക്കുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും മിക്സ് ചെയ്യാം. എനിക്ക് ഏകദേശം 1.25 കപ്പ് വെള്ളം വേണ്ടി വന്നു ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ നമുക്കിത് ഒന്നുകൂടി ഒന്ന് തിക്കായി കിട്ടും. ഇപ്പോൾ ഇത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് മാവിൻ്റെ ശരിക്കുള്ള കൺസിസ്റ്റൻസി. ഇനി പഴം കട്ട് ചെയ്തതിന് ശേഷം ഈ മാവിലോട്ട് പഴം ഡിപ്പ് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പഴത്തിനെ ആദ്യം 2ആയിട്ട് കട്ട് ചെയ്തു, എന്നിട്ട് വീണ്ടും അതിനെ 4ആയിട്ട് കട്ട് ചെയ്തു. ഇതുപോലെ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട സൈസിൽ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പഴമൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് തേങ്ങ എണ്ണയാണ്. ഇനി എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം പഴം മാവിലോട്ട് ഡിപ്പ് ചെയ്ത് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിത് വറുത്തെടുക്കുമ്പോൾ ഫ്ലെയിം കൂടി പോകരുത്, മീഡിയം ടു ലോയിലിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതൊരു സൈഡ് ചെറുതായിട്ട് ഫ്രൈ ആയത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ ഇതിനെ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പഴവും വറുത്തെടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.